യൂറോപ്പിലെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ മുന്നിലെ വൈകുന്നേര സമയം. ലൈബ്രറിയിൽ നിന്നും മടങ്ങുന്ന വിദ്യാർത്ഥികളും ലൈബ്രറി സന്ദർശിക്കാൻ എത്തിയവരും അവിടെ എവിടെയായി നിന്ന് സംസാരിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. പെട്ടെന്നാണ് 25 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ലൈബ്രറിക്ക് മുന്നിലെ ചുമരിൽ ചാരി നിന്നുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ചുറ്റുമുള്ളവർ സ്തബ്ധരായി. ഒരു മധ്യവയസ്കൻ അടുത്തു വന്ന് ആ യുവാവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു, മോനെ, എന്താണ് പറ്റിയത്? എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? ചോദ്യം കേട്ടതും ചെറുപ്പക്കാരൻ വിതുമ്പി കണ്ട് തല ഉയർത്തി. പിന്നെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ലൈബ്രറിക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഒരു വലിയ ചിത്രം ചൂണ്ടിക്കാണിച്ച് അവൻ വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി. എല്ലാവരും ഞെട്ടിപ്പോയി. അവിടെ വരച്ചു വെച്ച ക്രൂരമായ മുഖം ആ യുവാവിൻ്റെതായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ലൈബ്രറി കവാടത്തിന് മുന്നിലെ ആ ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും തത്വചിന്തകന്മാരും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു അന്താരാഷ്ട്ര സാംസ്കാരിക സെമിനാർ യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ചിരുന്നു. വളരെയധികം ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ആ സെമിനാറിന്റെ സ്മരണക്കായി യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് മുന്നിൽ മനുഷ്യ ജീവിതത്തിന്റെ 2 ഭാവങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കാൻ അധികൃതർ തീരുമാനിച്ചു. ആദ്യ ചിത്രം ശാന്തവും നിഷ്കളങ്കവും അതോടൊപ്പം പ്രതീക്ഷയും ആത്മവിശ്വാസം തുളുമ്പുന്നതുമായ ഒരു മുഖവും, രണ്ടാമത്തേത് ഏറ്റവും ക്രൂരവും അതോടൊപ്പം നിരാശയും ഭയവും ജനിപ്പിക്കുന്നതും ആയിരിക്കണമെന്ന് അധികൃതർ നിശ്ചയിച്ചു. ലൈബ്രറി സന്ദർശിക്കുന്ന ഓരോ വ്യക്തിയിലും ഈ ചിത്രങ്ങൾ വ്യത്യസ്ത ചിന്തകൾ ഉണർത്തണമെന്നായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അവൻ ആദ്യം ആ പ്രശസ്തമായ ചിത്രകാരനെ ഏൽപ്പിച്ചു. ചിത്രകാരൻ പറഞ്ഞു, ഏറ്റവും നിഷ്കളങ്കമായ ഭാവം കുട്ടികളിലാണ് കണ്ടെത്താനാവുക. അതിനാൽ നമുക്ക് നിഷ്കളങ്കത തുടിക്കുന്ന മുഖമുള്ള ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിയുടെ ചിത്രം വരയ്ക്കാം. അങ്ങനെ യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് മുന്നിൽ ഒരു അറിയിപ്പ് പ്രത്യക്ഷപ്പെട്ടു. നിഷ്കളങ്കമായ മുഖമുള്ള കുട്ടികളെ ചിത്രകാരന് മുന്നിൽ ഹാജരാക്കുക. ഏറ്റവും നിഷ്കളങ്കതയുള്ള കുട്ടിക്ക് യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ മുന്നിൽ തന്റെ ചിത്രം വരയ്ക്കപ്പെടാനുള്ള ഭാഗ്യമുണ്ടാവും. ഈ വിവരമറിഞ്ഞ് ധാരാളം പേർ കുട്ടികളുമായി യൂണിവേഴ്സിറ്റിയിലെത്തി. അവരിൽ നിന്നും വളരെ നിഷ്കളങ്കത തോന്നിക്കുന്ന മിടുക്കനായ ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തു. ആ കുട്ടിയുടെ മുഖം ലൈബ്രറി കവാടത്തിന് മുന്നിൽ മനോഹരമായി വരച്ചു. അടുത്തതായി ഏറ്റവും ക്രൗര്യം തോന്നിക്കുന്ന ഒരു മുഖവും അതിനടുത്ത് വരയ്ക്കേണ്ടതുണ്ടായിരുന്നു. അതിനായി നിർദയത്വവും ക്രൂരതയും സുഫരിക്കുന്ന ഒരു മുഖമുള്ള ഒരാളെ കണ്ടെത്താനുള്ള അറിയിപ്പും പ്രസിദ്ധീകരിച്ചു. വിവരമറിഞ്ഞ് ഒരുപാട് പേര് വന്നെങ്കിലും അവരെയൊന്നും ചിത്രകാരന് ബോധിച്ചില്ല. ഇതിലും ക്രൂരത തോന്നിക്കുന്ന മുഖങ്ങൾ ഇനിയും കണ്ടെത്താമെന്ന ചിന്തയിലായിരുന്നു അയാൾ. എന്നാൽ ഒരുപാട് അന്വേഷിച്ചിട്ടും ചിത്രകാരന് തൃപ്തി വരുന്നുള്ള ഒരു മുഖവും കണ്ടെത്താനായില്ല. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാതെ യൂണിവേഴ്സിറ്റി അധികൃതർ അസ്വസ്ഥരായി. അവർ ചിത്രകാരനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഒരു മുഖം കണ്ടെത്തി പദ്ധതി പൂർത്തീകരിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി. ചിത്രകാരൻ അന്വേഷണം ഊർജിതമാക്കി. പക്ഷേ അയാൾക്ക് തൃപ്തികരമായ ഒരു മുഖവും കണ്ടെത്താനായില്ല. അങ്ങനെ ആ പദ്ധതി പൂർത്തിയാക്കാനാവാതെ കാലങ്ങൾ നീണ്ടുപോയി. ഇപ്പോൾ ഏകദേശം 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. നിഷ്കളങ്ക മുഖമുള്ള ചിത്രത്തിൽ ആവശ്യമായ മിനുക്കുപണികൾ നടത്തി ഇന്നും അത് പുതുമയോടെ സംരക്ഷിച്ചു പോരുന്നു. നാളുകൾ പിന്നെയും കടന്നുപോയി. യൂണിവേഴ്സിറ്റി അധികാരികളിൽ പലരും വിരമിച്ചു. ചിത്രകാരനും പ്രായമേറെയായി. യൂണിവേഴ്സിറ്റിയിൽ പുതുതായി ചുമതലയേറ്റ ചാൻസലർ ചിത്രകാരനെ വിളിച്ചു വരുത്തി. അദ്ദേഹം പറഞ്ഞു, ഈ പദ്ധതി ഇത്രയും കാലം പൂർത്തിയാക്കാൻ കഴിയാതെ നീട്ടിക്കൊണ്ടുപോയി എന്നത് തെറ്റാണ്. ക്രൗര്യമുള്ള ഒരു മുഖം കൂടി അവിടെ വരച്ചു ചേർത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ അതിന്റെ സന്ദേശം പൂർണ്ണമാവുകയുള്ളൂ. എത്രയും പെട്ടെന്ന് ആ പദ്ധതി പൂർത്തീകരിക്കണം. നിങ്ങൾ പറ്റുമെങ്കിൽ സെൻട്രൽ ജയിൽ ഒന്ന് സന്ദർശിക്കൂ. അവിടെ നിന്നും നിങ്ങൾക്ക് ക്രൂരമായ ഒരു മുഖം കണ്ടെത്താനാകും. അങ്ങനെ ചിത്രകാരൻ സെൻട്രൽ ജയിലിൽ സന്ദർശനം നടത്തി. ഒരുപാട് കുറ്റവാളികളെ കണ്ടു. ചിത്രകാരനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ ക്രൗര്യം നിറഞ്ഞ ഒരു മുഖം അയാൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ആ മുഖം അയാൾ ഒപ്പിയെടുത്തു. അയാൾ യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ആ മുഖം അവിടെ വരച്ചു ചേർക്കപ്പെട്ടു. അങ്ങനെ ലൈബ്രറിയിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ചിത്രത്തിൽ കുറേ നേരം നോക്കി നിൽക്കും. മനുഷ്യ സ്വഭാവത്തിന്റെ 2 വിഭിന്ന ഭാവങ്ങൾ കാണുമ്പോൾ അവരിൽ ചിന്തകൾ മിന്നിമറയും. ആ ചിത്രം നോക്കി കവികൾ കവിതകൾ എഴുതി, എഴുത്തുകാർ കഥകൾ എഴുതി. ആ ചിത്രത്തിലേക്ക് നോക്കിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജയിൽ മോചിതനായ ആ യുവാവ് പൊട്ടിക്കരയുന്നത്. ചിലർ അവനെ സമാധാനിപ്പിച്ചു. സാരമില്ല, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ. നിന്റെ മുഖത്തേക്കാൾ വിരൂപമായ എത്രയോ മുഖങ്ങളുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഒരു പരാതി കൊടുക്കാം. നിന്റെ മുഖം അവിടെ നിന്നും മായ്ക്കാൻ പറയാം. യുവാവ് പറഞ്ഞു, എന്റെ മുഖം അവിടെ വരച്ചതിലോ അത്ര ക്രൂരമായ മുഖത്തിന് ഞാൻ ഉടമയായതിലോ അല്ല എനിക്ക് സങ്കടം. ആ നിഷ്കളങ്കമായ മുഖമുള്ള കുട്ടിയും ഞാനായിരുന്നു. എനിക്ക് സംഭവിച്ച ദൗർഭാഗ്യകരമായ ആ മാറ്റം ഈ ചിത്രങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് എവിടെയാണ് പിഴച്ചതെന്ന് ഓർത്താണ് എനിക്ക് സങ്കടം തോന്നുന്നത്. നന്മയും തിന്മയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പുകൾ ജീവിതത്തിൽ നിരന്തരമുണ്ടാകും.
നമ്മുടെ തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ സ്വഭാവത്തെയും ഭാവിയെയും രൂപപ്പെടുത്തുന്നത്. ജീവിതത്തിൽ നാം എവിടെയാണ്, എവിടേക്കാണ് പോകുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന നടത്തണം. തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നമുക്ക് തിരുത്താൻ അത് സഹായകരമാവും. ജീവിതത്തിൽ മനുഷ്യർ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളാണ് അവൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. ശരിയായ തെരഞ്ഞെടുപ്പുകൾ നന്മയിലേക്കും തെറ്റായവ തിന്മയിലേക്കും നയിക്കും. ജീവിതം എന്ന് പറയുന്നത് ഒരു സ്വയം കണ്ടെത്തലിൻ്റെ പ്രയാണമാണ്. തെറ്റുകളിൽ നിന്നും ശരികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് നാം നമ്മെ നിരന്തരം പുതുക്കി പണിയേണ്ടതുണ്ട്.